ആണല്ലോ മക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ മക്കൾക്ക് ലഭിക്കുന്നത് ദീനില്ലാത്തൊരു ഉമ്മയാണ് ലഭിക്കുന്നതെങ്കിൽ മക്കൾ വഴിപിഴച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കളെ അതിന് പരിപൂർണമായും ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയാണ്. മക്കള് തെറ്റ് ചെയ്യുന്നില്ല. മക്കളെ ഈ ലോകത്തേക്ക് അള്ളാഹു ഓരോ മനുഷ്യരും ഈ ഭൂലോകത്തേക്ക് കടന്നു വരുന്നത് പാപത്തിൽ നിന്ന് മുക്തരായിക്കൊണ്ട്, അതായത് ഒരു പാപം എന്തെന്ന് പോലും അറിയാത്ത ഹൃദയവുമായിട്ടല്ലേ ഓരോ മക്കളും ഈ ദുനിയാവിൽ പിറന്നു വീഴുന്നത്. അതല്ലയോ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഓരോ മക്കളുടെയും ഹൃദയങ്ങൾ കാലിയായ പാത്രം പോലെയാണ്, അതിലേക്ക് നിങ്ങൾ എന്താണോ നിറയ്ക്കുന്നത് അതായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്ന് അള്ളാന്റെ റസൂല് നമ്മെ പരിചയപ്പെടുത്തിയത്. ഒരു കാലിയായ ഒരു പാത്രം, അതിനകത്ത് നമ്മൾ എന്താ വെക്കുന്നത് അതിലേ ആ പ്ലേറ്റിൽ കാണുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കാലിയായ ഒരു പാത്രമാണ് മക്കളുടെ ഹൃദയം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നീ എന്താണോ നിറയ്ക്കുന്നത് അതായിരിക്കും നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എങ്ങനെ? ഇന്ന് മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മാതാപിതാക്കൾ വഴക്കുണ്ടാക്കുന്നത്, ചീത്ത വിളിക്കുന്നത്, പള്ളു വിളിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആര് പഠിക്കുന്നു? നമ്മുടെ മക്കൾ പഠിക്കുന്നു. കാലിയായ പാത്രത്തിലേക്ക് നിങ്ങൾ നിറയ്ക്കുന്നത് എന്താണ്? ചീത്തകളും ചീത്ത വാക്കുകളും ചീത്ത പ്രയോഗങ്ങളും ഒക്കെയാണ് നിങ്ങൾ നിറയ്ക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ മക്കൾ വഴിപിഴച്ചു പോകാനുള്ള കാരണം എന്താണെന്ന്? ഇനി പറ, മക്കളാണോ ഇതിന് തെറ്റുകാര്? മാതാപിതാക്കളെ നിങ്ങളല്ലേ? ശ്രദ്ധിക്കണം. നഊദു ബില്ലാഹ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പോ ഒരു പിതാവ് തന്റെ മക്കളോട് ചെയ്യേണ്ട കടമകളിലെ ഒന്നാമത്തെ കടമ